ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പട്ടണം തലസ്ഥാന നഗരിയിൽ നിന്ന് 13 കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 24,000-ഓളം ആളുകൾ മുഹമ്മ പട്ടണത്തിൽ താമസിക്കുന്നു. ഒരു ടൂറിസ്റ്റ് സങ്കേതമായി മുഹമ്മ പട്ടണം അറിയപ്പെടുന്നു. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കായലോര കാഴ്ചകളും ഉള്ളതുകൊണ്ടാണ് മുഹമ്മ പട്ടണത്തിന് ഇത്തരത്തിലൊരു സ്ഥാനം ലഭിച്ചത്. മുഹമ്മ പഞ്ചായത്തിൽപ്പെട്ട പതിരാമണൽ ദ്വീപ് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പ്രൈവറ്റ് ബോട്ടുകൾ വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ് ജലഗതാഗത മാർഗം മൂലം പതിരാമണൽ ഐലൻഡിൽ എത്തിച്ചേരാൻ പറ്റും. കഞ്ഞിക്കുഴി, എസ്.എൽ. പുരം, മണ്ണാഞ്ചേരി, തണ്ണീർമുക്ക് തുടങ്ങിയ സ്ഥലങ്ങൾ ഇവിടെ അടുത്താണ്. മുഹമ്മ പഞ്ചായത്തിൻ്റെ കിഴക്ക് ഭാഗം വേമ്പനാട് ബാക്ക് വാട്ടേഴ്സാണ്. കോട്ടയം ജില്ലയുടെ ആരംഭമാണ് ആ ഭാഗം. ഇവിടെയാണ് കുമരകം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മുഹമ്മയും കുമരകവും വേമ്പനാട് ബാക്ക് വാട്ടർ ഏരിയയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. മുഹമ്മയിൽ നിന്ന് കുമരകത്തേക്ക് കായൽ വഴി യാത്ര ചെയ്യാൻ 8 കിലോമീറ്റർ ദൂരമുണ്ട്. ഓരോ മണിക്കൂറിലും ഇവിടെ നിന്ന് കുമരകത്തേക്ക് ബോട്ട് സർവീസുമുണ്ട്. രാവിലെ 5:45 ആരംഭിക്കുന്ന ബോട്ട് സർവീസ് വൈകുന്നേരം 7 മണി വരെ തുടർച്ചയായി നടത്തുന്നുണ്ട്. മുഹമ്മ ഒരു വലിയ പട്ടണമാണ്. മലബാർ മാഗസിൻ ഷൂട്ടിങ്ങിന് വേണ്ടി ഇവിടെ എത്തിയപ്പോൾ അതിരാവിലെ 6 മണിയായതുകൊണ്ട് മിക്കവാറും കടകളൊന്നും തുറന്നിരുന്നില്ല. അതുകൊണ്ട് മുഹമ്മ പട്ടണത്തിൻ്റെ യഥാർത്ഥ ഗ്ലാമർ ഈ വീഡിയോകളിൽ കാണുവാൻ പറ്റുകയില്ല. നേരം പുലരുന്നേ ഉള്ളുവെങ്കിലും ബസ് സ്റ്റാൻഡിലെ ഓറഞ്ച് കഫേയിൽ നല്ല ദോശയും മുട്ട പുഴുങ്ങിയതും ലഭിക്കുകയുണ്ടായി. അതുപോലെ ഗ്രാൻഡ് മലബാർ റെസ്റ്റോറൻറ്റിൽ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നു. ചോയ്സ് ബേക്കറി തുറക്കാൻ പോകുന്നതേയുള്ളൂ. മുഹമ്മ ടൗണിൽ ഒരു ചെറിയ ഗവൺമെൻറ് ആശുപത്രിയും അത്യാവശ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. ഒരു ഹിന്ദു ക്ഷേത്രവും ക്രിസ്ത്യൻ പള്ളിയും ഇവിടെയുണ്ട്. പള്ളിയുടെ അടുത്താണ് ഇവിടെയുള്ള സെൻട്രൽ സ്കൂളും കാർമൽ സ്കൂളും നഴ്സറി സ്കൂളും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ സെയിൻറ്റ് ജോർജ് ചർച്ച് എന്ന പേരിൽ വേറൊരു പള്ളിയും ഇവിടെയുണ്ട്. ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് ഇവിടെ ഇലാഹിയ ലോഡ്ജ് എന്ന പേരിൽ ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ടാക്കിയിട്ടുണ്ട്. കുമരകത്തെ അപേക്ഷിച്ച് കുറെ കൂടി ചെലവ് ചുരുങ്ങിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മുഹമ്മ പട്ടണം അറിയപ്പെടുന്നു.